കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് അമേരിക്കൻ യൂട്യൂബർ വെയിറ്റ് കുറച്ച കഥ നമ്മളൊക്കെ കേട്ടതാണ്. നിക്കോളാഡോ അവക്കാഡോ എന്നാണ് തോന്നുന്നു പേര്. എന്തായാലും അതിന്ന് ലോകം ഒന്നായിട്ട് ചർച്ച ചെയ്യാണ്. 114 കിലോ ആണ് അദ്ദേഹം കുറച്ചത്. പലപ്പോഴും പല ഫുഡ് വ്ളോഗുകളും മറ്റൊക്കെ ചെയ്ത് ഇങ്ങനെ വാരിക്കൂട്ടി കഴിച്ച് പൊണ്ണത്തടിയുമായി നടക്കുന്ന ഒരുപാട് പേർക്ക്, വ്ളോഗർമാർക്കൊക്കെ വലിയൊരു പാടാണ്. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്കൊക്കെ തന്നെ ഒരു പാടാണ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഈ വണ്ണം കുറക്കാൻ വേണ്ടി ഉപയോഗിച്ചത് എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടാവും. കാരണം അദ്ദേഹം പാലിച്ച അതേ സ്ട്രാറ്റജി നമുക്കും ഒന്ന് കോപ്പി ചെയ്താൽ വെയിറ്റ് ലോസ് കുറക്കുക എന്നുള്ള ആ ഒരു സാധ്യത നമുക്കും അച്ചീവ് ചെയ്യാൻ പറ്റും. കാരണം എൻ്റെ ശരീരത്തിൽ ഞാൻ ജിമ്മിൽ പോകുന്നതിന് മുമ്പ് 81 കിലോയോളം തൂക്കം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 77.5 അല്ലെ 78ൻ്റെ അടുത്ത്, ഏതായാലും 2 കിലോയോളം കുറച്ചു. ഈ 2 കിലോ കുറക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ, എൻ്റെ ശരീരത്തിൽ അന്ന് എക്സസ് ഫാറ്റായിട്ട് 15 കിലോ എക്സസ് ഫാറ്റാണുള്ളത്. അത് ഇപ്പം ഈ അവക്കാഡോയുടെ വയറിലും ശരീരത്തിലുമായിട്ട് അന്ന് 114 കിലോയിലേറെ എന്തുണ്ടാവും, എക്സസ് ഫാറ്റായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു ലോഡ്, ഒരു കിൻഡൽ ഫാറ്റും പേറിയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ നടക്കുക. മനസ്സിലായില്ലേ? ഈ സാധനത്തിനെ പരിപോഷിക്കേണ്ടതും നമ്മുടെ ശരീരത്തിൽ എത്ര എക്സസ് ഫാറ്റുണ്ടോ അതിനെയും അവിടെ അഴുക്കാവാതെ, അത് അഴുക്കാണ്, അതിനെ കൂടുതൽ അഴുക്കാവാതെ, മറ്റഴുക്കാവാതെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എഫോർട്ട് എടുക്കേണ്ടതുണ്ട്, അല്ലേ? തീർച്ചയായും അദ്ദേഹം വണ്ണം കുറക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അദ്ദേഹം കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കി എന്നുള്ളത്. നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ വേണ്ട, ഇൻക്ലൂഡിങ് വേണ്ട ഫാറ്റിൻ്റെ ഒരു കലോറി ഉണ്ടാവും. ഇപ്പോൾ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ഒരാളാണെങ്കിൽ 2200 കലോറി മതി. അത്യാവശ്യം ഹാർഡ് വർക്കൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അവരെ ഹാർഡ് വർക്കിനനുസരിച്ച്, ഇപ്പോൾ പാറയൊക്കെ പൊട്ടിക്കാൻ പോകണമെങ്കിൽ ഇപ്പോൾ 3000 കലോറി, 3200 വരെയൊക്കെ പോകാം. അതിൽ നിന്ന് കുറച്ച് കലോറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാളും കുറച്ച് കലോറി അടങ്ങിയ ഭക്ഷണം അവിടെ സപ്ലൈ ചെയ്യുമ്പോൾ എന്താവും, നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെട്ട ആ ഫാറ്റിനെ നമ്മുടെ ശരീരത്തിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യും. അവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച സാധനം എടുത്തിട്ട് നമ്മളുടെ ഒരു അപകട കാലഘട്ടത്തിൽ അതങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യും. മനസ്സിലായില്ലേ? അത് യൂട്ടിലൈസേഷൻ നടക്കുമ്പോൾ അവിടുത്തെ ഫാറ്റ് കത്തിപ്പോവുകയും ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് പുതിയ ഫാറ്റ് ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ അഡിപ്പോസ് ടിഷ്യൂസ്, അല്ലെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലൊക്കെ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പ് ഫോം ചെയ്യാൻ ഒരവസരം ഇല്ലാതാവുകയും ചെയ്യും. അതിന് വേണ്ടിയത് കലോറി ഡെഫിസിറ്റാണ്. മനസ്സിലായില്ലേ? അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണത്തിലും എത്രമാത്രം കലോറി ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് കലോറി കുറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? കലോറി കുറഞ്ഞ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ ഒരു ആപ്പിളിൽ 50 കലോറിയുള്ളൂ 100 ഗ്രാമിൽ. അതേസമയം ഒരു 100 ഗ്രാം ചോക്ലേറ്റാണ് കഴിക്കുന്നതെങ്കിലോ ഏതാണ്ട് 750ഓളം കലോറി അവിടെ എത്തും. മനസ്സിലായോ? അപ്പോൾ 300 ഗ്രാം ചോക്ലേറ്റ് കഴിച്ചാൽ തന്നെ നമുക്ക് വേണ്ടതിനേക്കാളും കലോറി അവിടെ എത്തും. എന്നാൽ 300 ഗ്രാം ആപ്പിൾ കഴിച്ചാലോ ഒരു 150 അവിടെ എത്തുള്ളൂ. മിക്കവാറും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതിലൊക്കെ കലോറി വളരെ കുറവാണ്. എന്നാൽ അത്യാവശ്യം വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും, പിന്നെ മെലിഞ്ഞ പ്രോട്ടീൻ അതും ഓവർ ആവരുത്, കുറച്ച് കലോറിയേ ഉള്ളൂ. പിന്നെ ഹോൾ ഗ്രെയിൻസ്, മുഴുവൻ ധാന്യങ്ങൾ, ഇപ്പം ബ്രൗൺ റൈസൊക്കെ പോലത്തെ നാരടങ്ങിയ ധാന്യങ്ങൾ, അതും ഓവർ ആവരുത്, ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ അതും ആക്കി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് നമ്മുടെ ഭക്ഷണത്തിലൂടെ ഓവർ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. വർക്കൗട്ട് ഇല്ലാതെ എന്ത് വെയിറ്റ് ലോസ്? ഭക്ഷണമാണ് 80% വെയിറ്റ് ലോസിൻ്റെ പാട്ടെങ്കിൽ 20%ഓളം നമുക്ക് വർക്കൗട്ടും വേണം. കാർഡിയോ വർക്കൗട്ടുകൾ, നമ്മളുടെ മസിൽ ബിൽഡിംഗ് വർക്കൗട്ടുകൾ, അല്ലേ? ഇതുപോലത്തെ എല്ലാ വർക്കൗട്ടുകളും നമ്മൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ എത്രമാത്രം വെയിറ്റ് എടുത്ത് പൊക്കുന്നല്ല. ഞാനൊക്കെ അപ്പോൾ ജിമ്മിലൊക്കെ പോയാൽ നമ്മൾ വളരെ ഹെവി വെയിറ്റ് ഒന്നുമല്ല പൊക്കുന്നത്, ഒരു മിതമായിട്ടുള്ള വെയിറ്റേ പൊക്കുന്നുള്ളൂ. പക്ഷേ നമുക്കത് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇപ്പോൾ കുറച്ച് കാലം ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ഇവിടുന്ന് സുംബ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ഇട്ടു. ഒരു പ്രാവശ്യം ഞാൻ സുംബ പ്രാക്ടീസ് ചെയ്തു, രണ്ടാമത്തേത് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തു. എന്നിട്ട് എന്തായത്, അപ്പോഴും എനിക്ക് ആ പ്രാക്ടീസ് കിട്ടിയില്ല. അത് കഴിഞ്ഞൊരു ലോഫ്റ്റർ യോഗയുടെ ഒരു 7 മിനിറ്റ് സെഷൻ ചെയ്തു, ഒരു 20 മിനിറ്റ് എക്സസൈസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജോലി സ്ഥലത്തൊക്കെ ഈ എക്സസൈസ് സ്നാക്കുകളായിട്ട് പലപ്പോഴായിട്ട് കുറച്ച് എക്സസൈസുകളൊക്കെ നമുക്ക് ചെയ്തിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലേക്ക് എക്സസൈസിനെ കൊണ്ടുവന്നു കഴിഞ്ഞാലും നമുക്ക് ഇദ്ദേഹം അവക്കാഡോ ആർജിച്ചെടുത്ത നേട്ടം നമുക്കും സാധ്യമാവും എന്നുള്ളതാണ്. അടുത്തൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് തിന്നുക എന്നുള്ളതാണ്. അവക്കാഡോ ഒക്കെ പതിയെ തിന്നുക എന്നുള്ളത്. നമ്മൾ ടേസ്റ്റ് ബഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഏറ്റവും നല്ല നമ്മൾ വാരി വലിച്ച് കഴിക്കുക എന്നുള്ളതല്ല.
നമ്മൾ പതിയെ പതിയെ തിന്ന് കഴിയുമ്പം നമ്മുടെ ശരീരത്തിലേക്ക് 20 മിനിറ്റ് കൊണ്ട് അതിൻ്റെ രുചിയുടെ ആസ്വാദനം ചെന്നെത്തുകയും ആ ആസ്വാദനം നമുക്ക് കിട്ടുകയും നമ്മുടെ വയറിലേക്ക് ഓവർ എത്തുകയില്ല. മറിച്ച് നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളെ ഹങ്കർ റെസ്പോൺസ് നമ്മളെ ബ്രെയിനിന് വരാനെടുക്കുന്ന 20 മിനിറ്റിനുള്ളിൽ തന്നെ വാരി വലിച്ച് അങ്ങോട്ട് തിന്നും. നമുക്ക് ആ സാറ്റിസ്ഫാക്ഷനും കിട്ടൂല, നമ്മുടെ ശരീരത്തിലേക്ക് ഓവർ കലോറി അവിടെ എത്തും. 20 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളറിയാം ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കിതച്ച് ചാവുന്നുണ്ടോ. അവക്കാഡോ ചെയ്ത മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ബ്ലോഗുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കഴിച്ച സംഭവമാണ് ഒരുപാട് ഷുഗറി ഡ്രിങ്ക്സ് എന്നുള്ളത്. ഈ ഷുഗറി ഡ്രിങ്ക്സ് നമ്മളിപ്പോൾ കോള രൂപത്തിലുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പം അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും പിന്നെ അവസാനം ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് അതൊക്കെ കൊഴുപ്പായി വലിയ പൊണ്ണത്തടിയായിട്ട് അങ്ങോട്ട് മാറുക ചെയ്യാം. ഇത് പൂർണ്ണമായും വർജിച്ചു എന്നുള്ളത് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം. ഇത് വർജിക്കാൻ നമ്മളും തയ്യാറായി കഴിഞ്ഞാൽ നമുക്കും സാധ്യമാവും. ഒന്ന് കട്ട് ഡൗൺ ചെയ്യാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ രാവിലെ കോഫി കുടിക്കുന്നത് ഷുഗർ ഇടാതെയാണ്, വൈകിട്ടും കോഫി കുടിക്കുന്നത് ഷുഗർ ഇടാതാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ജ്യൂസൊക്കെ കുടിക്കേണ്ടി വന്നാൽ അത് ഷുഗർ ഇട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യാണ്, ആ ലിമിറ്റേഷൻ വരുത്താൻ പറ്റുന്നില്ല. കോള ഡ്രിങ്ക്സ് കുറേ കാലമായിട്ട് ഇപ്പോൾ കഴിക്കുന്നേ അല്ല, തീരെ കഴിക്കുന്നില്ല. അതിൽ ആ ലൈറ്റ് റെസ്ട്രിക്ഷൻസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അവക്കാഡോ ചെയ്ത മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ബ്ലോഗുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കഴിച്ച സംഭവമാണ് ഒരുപാട് ഷുഗറി ഡ്രിങ്ക്സ് എന്നുള്ളത്. ഈ ഷുഗറി ഡ്രിങ്ക്സ് നമ്മളിപ്പോൾ കോള രൂപത്തിലുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കുമ്പം അതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പോവുകയും പിന്നെ അവസാനം ട്രൈഗ്ലിസറൈഡ്സ് ആയിട്ട് ഡെപ്പോസിറ്റ് അതൊക്കെ കൊഴുപ്പായി വലിയ പൊണ്ണത്തടിയായിട്ട് അങ്ങോട്ട് മാറുക ചെയ്യാം. ഇത് പൂർണ്ണമായും വർജിച്ചു എന്നുള്ളത് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം. ഇത് വർജിക്കാൻ നമ്മളും തയ്യാറായി കഴിഞ്ഞാൽ നമുക്കും സാധ്യമാവും. ഒന്ന് കട്ട് ഡൗൺ ചെയ്യാം. നമ്മളിപ്പോൾ ഞാനിപ്പോൾ രാവിലെ കോഫി കുടിക്കുന്നത് ഷുഗർ ഇടാതെയാണ്, വൈകിട്ടും കോഫി കുടിക്കുന്നത് ഷുഗർ ഇടാതാണ്. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ജ്യൂസൊക്കെ കുടിക്കേണ്ടി വന്നാൽ അത് ഷുഗർ ഇട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യാണ്, ആ ലിമിറ്റേഷൻ വരുത്താൻ പറ്റുന്നില്ല. കോള ഡ്രിങ്ക്സ് കുറേ കാലമായിട്ട് ഇപ്പോൾ കഴിക്കുന്നേ അല്ല, തീരെ കഴിക്കുന്നില്ല. അതിൽ ആ ലൈറ്റ് റെസ്ട്രിക്ഷൻസ് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. മനസ്സിലായില്ലേ? പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. കോഴിമുട്ട, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് അല്ലേ, പിന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മളെ ശരീരം അത്യാവശ്യം നമ്മൾ വയറ് ഫുള്ളായി നിൽക്കുകയും ചെയ്യും. നമുക്ക് ഓവർ കഴിക്കാനുള്ള പ്രേരണ ഉണ്ടാവില്ല. നമ്മുടെ മസിലുകൾക്കൊക്കെ ശക്തി പകരേണ്ട ഊർജ്ജം നമുക്ക് ലഭിക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? പ്രോട്ടീൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് എന്താവും, പ്രോട്ടീൻ കൂടി അങ്ങോട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരീരത്തിന് ഈ കൺസ്ട്രക്ഷന് വേണ്ട സംഭവങ്ങൾ കിട്ടാതെ അങ്ങായി പോകും. മനസ്സിലായി? തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മ വലിയൊരു പ്രശ്നമാണ്. മിക്കവാറും ബ്ലോഗർമാർക്കൊക്കെ ഇതിൻ്റെ എഡിറ്റിങ് അതിൻ്റെ പ്രോഗ്രഷനും ചിന്തിച്ചിട്ട് ഉറക്കം കിട്ടില്ല. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ശാന്തമായിട്ട് ഉറക്കം നമ്മൾ ഓരോ ദിവസത്തിൻ്റെ അടിസ്ഥാനമാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? ഉറക്കമില്ലെങ്കിൽ തന്നെ എക്സസ് വെയിറ്റ് ഗെയിൻ ചെയ്യാനും അതൊരു കാരണമാണ്. പിന്നെ സമ്മർദ്ദങ്ങൾ, നമ്മുടെ തലയിൽ ഒരുപാട് സമ്മർദ്ദങ്ങളും പേറി ഇടുന്നിട്ട് കാര്യമല്ല. ഈ സമ്മർദ്ദങ്ങൾ നമ്മൾ തലയിൽ ഉണ്ടാക്കി വെച്ച സ്റ്റോറികളാണ്. ഈ സ്റ്റോറി കാരണം നമ്മുടെ ശരീരമാണ് സഫർ ചെയ്യുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മൾ ചുമ്മാ ചിന്തിച്ച് കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അനാവശ്യമായി ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ ബേർഡൻ വരുന്നത് നമ്മുടെ ശരീരത്തിലേക്കാണ്. അതാണ് പലപ്പോഴും പൊണ്ണത്തടിയൊക്കെ ആയിട്ട് മാറുന്നത്. ഇതിനൊക്കെ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചുകളുടെ റെസ്പോൺസ് നമ്മളെ ബോഡിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ അവക്കാഡോ ചെയ്ത അതേ സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, യോഗ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രാർത്ഥനാ രീതികൾ, അങ്ങനത്തെ എല്ലാം നിങ്ങൾക്ക് അതിനു വേണ്ടി അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. മനസ്സിലായില്ലേ? തീർച്ചയായും ഏതൊരു പൊണ്ണത്തടി കുറക്കാനും ഇനി തടി ഇല്ലാത്തവർക്കാണെങ്കിലും അനുകരിക്കേണ്ട ഒരു 0 കലോറി ഡ്രിങ്ക് ഉണ്ട്. ഏതാണ്? അത് വെള്ളമാണ്. വെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ്. അതും അദ്ദേഹവും ആ ഒരു സമയത്ത് ഡ്യൂറേഷനിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭക്ഷണമായി നിന്നത് വെള്ളം തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രാറ്റജീസ് എല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്തി കേൾക്കാൻ എളുപ്പമുള്ള കാര്യമാണ്. ആക്ഷൻ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആക്ഷൻ എടുക്കണമെങ്കിൽ നല്ല ശക്തമായിട്ടുള്ള വിൽ പവർ വേണം. ഓക്കെ, ആ വിൽ പവറുമായിട്ട് നമ്മളുടെ വെയിറ്റ് കുറക്കാനുള്ള ദൗത്യത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കുതിക്കുക. ഓക്കെ, ബി ഹെൽത്തി.